ഇപ്പോൾ കോഴിക്കോട് നിന്നും പോലീസ് സംഘം മാധ്യമങ്ങളെ കാണുന്നു. വിജിൽ തിരോധാന കേസ്, വിജിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ പ്രതികരണം. ഷൂസ് കിട്ടിയ പ്രദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ പിന്നെ ഞങ്ങൾ വീണ്ടും സെർച്ച് കണ്ടിന്യൂ ചെയ്യും. ഇത് പിന്നെ ഈ അസീസ് ടീമും ആണ് ഞങ്ങളെ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അവരുടെ ടീമാണ് ഞങ്ങൾ ഈ കുത്തിയെടുത്തുകൊണ്ടിരുന്ന ചെളിമണ്ണ് കൃത്യമായിട്ട് അരിച്ചരിച്ച് നോക്കി കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ അവരെ ഈ പ്രത്യേക ഒരു താങ്ക്സ് ഈ സമയത്ത് അവരോട് അറിയിക്കുന്നു. അതെ 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 ഇതുവരെ നമുക്ക് മോർട്ടൽ റിമെയിൻസ് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ഈ ഷൂസ് കിട്ടിയതിൻ്റെ സമീപത്ത് കാണുമെന്ന് വിചാരിക്കും. നമ്മൾ ഇനിയും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് സ്ഥലങ്ങൾ. അന്നല്ല, അന്ന് ഡെഡ് ബോഡി അവരങ്ങനെ ആ ഷൂയോട് കൂടിയാണ് അവരന്ന് ബറി ചെയ്തത്. അന്ന് അവർ കൺഫെഷനിൽ പറഞ്ഞ അതേ എല്ലാ അടയാളങ്ങളുള്ള ഷൂ ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതെ 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 DNA പരിശോധനയ്ക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഒന്നാണ് എടുത്ത് തന്നത്. നമ്മളിനി അത് DNA പരിശോധനയ്ക്കും മറ്റ് പരിശോധനകൾക്കും അയക്കും. അവർ നമുക്ക് പോയിന്റ് ചെയ്ത ആ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അവർ കാണിച്ചു തന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 2.5-3 മീറ്ററോളം കുഴിച്ചു. ഇനി കണ്ടിന്യൂ ചെയ്യും. 2 ദിവസം കൂടെ ഇനി സെർച്ച് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു. നാളത്തെ കഴിഞ്ഞ് കോടതി നാളെ കഴിഞ്ഞ് 12-ാം തീയതി 5 മണിക്ക് തിരിച്ചു കൊടുക്കണം. അതെ അതെ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് വിജിൽ തിരോധാന കേസ്, പിന്നീട് വിജിൽ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തിയതാണ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായകമായ ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നത്. അവിടെ കോഴിക്കോട് സരോവരം പാർക്കിലെ ചതുപ്പിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് സുഹൃത്തുക്കളായ പ്രതികൾ നൽകിയ മൊഴി നേരത്തെ തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മൃതദേഹത്തിൻ്റെ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്ന് വിജിൽ ധരിച്ച ഷൂ കണ്ടെത്തി എന്നൊരു നിർണായക വിവരമാണ് ഇപ്പോൾ പോലീസ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ ഉണ്ടാകും. ഇനിയും അവിടെ കുഴിച്ചുള്ള പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയത്. ഏതാണ്ട് 3 മീറ്ററോളം കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾ, നാളെയും മറ്റന്നാളും ഒക്കെ ഈ പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയത്. സമീർ സി മുഹമ്മദ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് തത്സമയം ചേരുന്നു. സമീർ, വിജിൽ തിരോധന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അന്ന് വിജിൽ ധരിച്ച ഷൂ പോലീസ് ചതുപ്പിൽ നിന്നും കണ്ടെത്തുന്നു. ഒപ്പം പ്രതികൾ ആ ഷൂ അത് വിജിലിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് പോലീസ് കൂടുതലായി പറഞ്ഞത്? പ്രിജൻ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള തെളിവാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കേസിലെ പ്രതികളായിട്ടുള്ള നിഖിലും അതുപോലെ തന്നെ ദീപേഷും, ഈ 2 പ്രതികളെയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. അവരുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ്. അതിനിടയിലാണ് ഇടത് കാലിലെ ഷൂ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് വിജിലിനെ കാണാതായ വേളയിൽ ധരിച്ചിരുന്നതും വുഡ്ലാൻഡ് ഷൂ ആണ് എന്ന കാര്യം കുടുംബം സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത് പരിശോധിക്കുമ്പോൾ അത് വുഡ്ലാൻഡിന്റെ ഷൂ ആണ്, ഇടത് കാലിലെ ഷൂ ആണ് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 6 അടിയോളം 3 മീറ്ററോളം താഴ്ചയിൽ അത് കുഴിച്ചു. ആ കുഴിച്ച വേളയിലാണ് ഒരു ഷൂ കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ അതിനകത്ത് അസ്ഥികളോ ഒന്നും തന്നെയില്ല. പക്ഷേ ആ സമീപത്ത് അസ്ഥികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് അന്വേഷണ സംഘം. കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസം കൂടി പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും എന്ന കാര്യം പോലീസ് അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അവിടെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോൾ മണ്ണ് ഇട്ട് മാറ്റി, അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിക്കാനും കഴിഞ്ഞു. അങ്ങനെ ആ മണ്ണ് മുഴുവൻ അവിടുന്ന് മാറ്റിയെടുക്കുകയും കരയുടെ ഭാഗത്തേക്ക് മാറ്റിയിടുന്നു. പിന്നീട് അത് വിശദമായിട്ട് കൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നു. ആ പരിശോധനാ വേളയിലാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള ഷൂ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ഉള്ള 2 ദിവസങ്ങളും പ്രധാനപ്പെട്ട ഇതിൻ്റെ തുടർന്നുള്ള തിരച്ചിൽ ഉണ്ടാകും. കെടാവർ ഡോഗ്സിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് എത്തിച്ചിരുന്നു. വളരെയേറെ മണ്ണിലെ താഴ്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ മനുഷ്യന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന കൊച്ചിയിൽ നിന്ന് വിദഗ്ധ പരിശോധന ലഭിച്ചിട്ടുള്ള 2 നായകളെയാണ് കൊണ്ടുവന്നിരുന്നത്. അവരുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരിശോധന. ആ പരിശോധനയിൽ ഒടുവിലാണ് ഇത്തരം ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് വിദഗ്ധരും ഇവിടെ എത്തിയിരുന്നു. അവരും ഈ ഷൂ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിലെ അസ്ഥികൾ കണ്ടെടുക്കുക എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ 2 കാര്യങ്ങൾ, അതായത് പ്രതികൾ ഉപേക്ഷിച്ച വിജിലിൻ്റെ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ ഷൂ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എലത്തൂർ CA ആണ് KR രഞ്ജിത്ത്. അദ്ദേഹം കൂടി 24-നൊപ്പം ചേരുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള തെളിവ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. തുടർന്നുള്ള നടപടി എങ്ങനെയായിരിക്കും? നാളെ നമ്മൾ സെർച്ച് കണ്ടിന്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ സെർച്ച് കണ്ടിന്യൂ ചെയ്യും. കൂടുതൽ തെളിവുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇടത് കാലിലെ വുഡ്ലാൻഡ് ഷൂ ആണ്. അതെ വുഡ്ലാൻഡ് ഷൂ. അത് അന്ന് ഇയാൾ മരണപ്പെട്ട സമയത്ത് തന്നെ ഇയാളെ വലിച്ചുകൊണ്ടുവന്ന് പിന്നെ ഇവിടെ ചവിട്ടി താഴ്ത്തിയ സമയത്ത്
ആ സമയത്ത് കാലിലുണ്ടായിരുന്നതാണെന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നു. അത് സാധനം തന്നെയാണ് നമുക്ക് ഇപ്പോൾ അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. സയൻറ്റിഫിക്കുകാരാണത് നമുക്ക് ഹാജരാക്കി തന്നത്. അപ്പോൾ ഈ സയൻറ്റിഫിക് പരിശോധനയും മറ്റേ DNA എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കും. ഇനിയിപ്പോൾ ഈ പ്രദേശത്ത് തന്നെ അസ്ഥി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാളെ നമ്മൾ വീണ്ടും ശക്തമായ തിരച്ചിലുണ്ടാവും. ഓക്കെ. കഴിഞ്ഞ ദിവസം അപേക്ഷിച്ചപ്പോൾ അവിടേക്ക് മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതെ, അതൊരു ഇതാണ്. ഈ ചതിപ്പിൽ നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഹിറ്റാച്ചി അവിടെ സ്റ്റാൻഡ് ചെയ്ത് കോരാൻ പറ്റുന്നുണ്ട്. മറ്റേ നമ്മളങ്ങനെ ഇടിഞ്ഞു പോകുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് നമ്മളത് പാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഈ ഷൂസ് കിട്ടിയതിൻ്റെ റിമൈനിങ് അടുത്തുള്ള ഏരിയകളിൽ നാളെ സെർച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഷൂ കണ്ടെത്തിയ സാഹചര്യത്തിൽ അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ഈ കേസിൽ ഏറ്റവും നിർണായകമാവുന്നത് വിജിലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. വിജിൽ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജിൽ ധരിച്ച ഷൂ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. കൂടുതൽ പരിശോധന അവിടെ വരും ദിവസങ്ങളിൽ തുടരുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.